നമ്മളൊക്കെ പഠിക്കുമ്പോൾ തന്നെ പല ആളുകളും കോഴ്സ് പകുതിക്ക് വെച്ചിട്ടൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ പഠിപ്പിക്കുന്ന നമ്മളുടെ സാറന്മാരായിട്ടുള്ള ആളുകളുടെ പോലും കുട്ടികളെ അവരിത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതിനൊന്നും ചോദ്യം ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മതത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗം നഷ്ടപ്പെടും, നരകത്തിൽ പോകുന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ കോളേജിൽ നിങ്ങളുടെ അടുത്ത് പറയാം ഇത് കൂടുതൽ ചോദിച്ചാൽ നിൻ്റെ ഇൻറ്റേർണൽ മാർക്സ് കളയും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചോദ്യങ്ങളെ തടയുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേ കാപട്യം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇനി എല്ലാത്തിനേക്കാളും വലിയ കാപട്യം എന്ന് പറയുന്നത് തിയറിയിൽ ഒരു സാധനം എഴുതിയതല്ല ഈ പ്രാക്ടിക്കലി ആരും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മദർ ടിഞ്ചറിന്റെ ഉപയോഗം, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അശ്വഗന്ധ നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് ഫാർമസി പോയാൽ കിട്ടും, ഹോമിയോ ഫാർമസി പോയാൽ കിട്ടും. ഇത് രണ്ടും ഒരേ സാധനമാണ്, അശ്വഗന്ധ തന്നെയാണ്. പക്ഷേ ഇത് ഒന്ന് ആയുർവേദ അശ്വഗന്ധ, ഒന്ന് രണ്ട് ഹോമിയോ അശ്വഗന്ധ ആവുന്ന എന്തുകൊണ്ടാ? ഒന്നിന്റെ പുറത്ത് ഹോമിയോ ഒന്ന് ഒട്ടിച്ചതുകൊണ്ടും മറ്റേന്റെ പുറത്ത് ആയുർവേദം ഒന്ന് ഒട്ടിച്ചുകൊണ്ടല്ലേ ഇത് ഒന്ന് ഹോമിയോ ആയുർവേദം ആയത്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഹോമിയോപ്പതി അല്ല. ഒന്നാമത് മദർ ടിഞ്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ബയോളജിക്കൽ, ഒരു ഫിസിയോളജിക്കൽ ആക്ഷനാണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് ഈ നേർപ്പിക്കലും സാധനമൊന്നുമില്ല, അത് ഡേഞ്ചറുമാണ്.